ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. എൻ്റെ പേര് പാർത്ഥൻ. മുന്നേ ഉള്ള വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഇന്ന് PYQസിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റി നോക്കാം. PYQസിലൂടെ നമുക്ക് സിലബസിലേക്ക് പോയിട്ട് അതുവഴി വിജയത്തിലേക്ക് പോവാം. അതിനു മുമ്പ് ഒരു കാര്യം, ഇതെൻ്റെ അഡ്വൈസ് മെമ്മോയാണ്. ഏകദേശം ഒരു വർഷം വെയിറ്റ് ചെയ്തിട്ടാണ് എനിക്ക് അഡ്വൈസ് മെമ്മോ കൈ കിട്ടിയത്. അപ്പോൾ ഞാൻ ഇത് കാണിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളിൽ പലവരും ഓൾറെഡി വർക്ക് ചെയ്ത് തളർന്നിരിക്കുന്ന ആൾക്കാരായിരിക്കും, ഒരുപാട് എഫർട്ട് ഇടുന്നവരായിരിക്കും, ഉറക്കമില്ലാതെ പഠിക്കുന്നവരായിരിക്കും, ഫിസിക്കലി നന്നായിട്ട് അധ്വാനിക്കുന്നവരായിരിക്കും, ജോലി ചെയ്തുകൊണ്ട് പഠിക്കുന്നവരായിരിക്കും. അങ്ങനെ ഏത് സാഹചര്യത്തിൽ നിന്ന് വന്ന ആൾക്കാരായിരുന്നാലും ഈ അഡ്വൈസ് മെമ്മോ നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ ഈ സങ്കടങ്ങളും ദുഃഖങ്ങളും എല്ലാം ഒരു മോട്ടിവേഷനായിട്ട് മാറും. ആ ഒരു മോട്ടിവേഷന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഞാനിത് കാണിച്ചത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. PYQs എങ്ങനെ അനലൈസ് ചെയ്യണം, അതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. 2023 2024 സിലബസ് തമ്മിൽ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. അപ്പോൾ ആ 2 വർഷത്തെ സിലബസ് നോക്കിയിട്ട് അല്ലെങ്കിൽ PYQs നോക്കിയിട്ട് നമുക്ക് എക്സാം എങ്ങനെ കോൺകർ ചെയ്യണം എന്ന് കണ്ടുപിടിക്കാം. സോ ലെറ്റ് സ്റ്റാർട്ട്. അപ്പോൾ നമുക്ക് ആദ്യം IPCയിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. അതായത് ഇപ്പോഴത്തെ BNSൽ നിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ ഇതിനകത്ത് 43ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ദ റൈറ്റ് ഓഫ് പ്രൈവറ്റ് ഡിഫൻസ് ഓഫ് പ്രോപ്പർട്ടി എക്സ്റ്റെൻഡ് ടു ദ വോളണ്ടറി കോസിംഗ് of death of the wrongdoer if the offense is A. robbery, B. house breaking by night, theft, all of the above. അപ്പോൾ ഇത് ഡയറക്റ്റായിട്ട് ചോദിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെഫ്റ്റ് എന്താണ്, തെഫ്റ്റ് എന്ന് തന്നെ കൊടുത്തിട്ടുണ്ട് IPC സെക്ഷൻ. അപ്പോൾ അത് തെഫ്റ്റിൻ്റെ ബേസിക് ഡെഫിനേഷൻ അറിയാവുന്ന ഒരാൾക്ക് തെഫ്റ്റ് എന്താണെന്ന് അറിയാം. പിന്നെ അതുപോലെ തന്നെ ജനറൽ എക്സെപ്ഷൻസ്, ഒരാളുടെ ജീവൻ മറ്റൊരാൾക്ക് ഏതൊക്കെ സാഹചര്യങ്ങളിൽ എടുക്കാൻ പറ്റും എന്നുള്ളതും കൂടെ നോക്കുന്ന ജനറൽ എക്സെപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിനകത്താണ് ഇത് ഉള്ളത്. ക്വസ്റ്റ്യൻ മലയാളത്തിൽ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാളുടെ സ്വത്തിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് അയാൾ വേറൊരാളെ കൊല്ലുകയാണ്. അങ്ങനെയാണെങ്കിൽ അത് നിയമപരമായിട്ട് അയാൾക്ക് വേറൊരാളെ കൊല്ലാം, ഏതൊക്കെ സാഹചര്യങ്ങളിൽ പറ്റും എന്നുള്ളതാണ് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ. ഇതുപോലെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുകയാണെങ്കിൽ ആ സെക്കൻഡിൽ തന്നെ നേരെ വന്ന് മലയാളം കൂടെ വായിച്ച് നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ ആൻസർ ഓപ്ഷൻ D ആണ്. മുകളിൽ പറഞ്ഞവയെല്ലാം ഈ 3 സാഹചര്യങ്ങളിൽ നമുക്ക് വേറൊരാളുടെ ജീവൻ എടുക്കാനുള്ള അവകാശം ഉണ്ട്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സെപ്ഷനാണ്. നമുക്ക് സത്യം പറഞ്ഞാൽ നമുക്ക് ഒരാളുടെ ജീവൻ എടുക്കാനുള്ള അവകാശമില്ല. പക്ഷേ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നമുക്ക് നമ്മുടെ സെൽഫ് ഡിഫെൻസിന് വേണ്ടിയിട്ട് വേറൊരാളുടെ ജീവൻ എടുക്കാൻ പറ്റും. അത് സെൽഫ് ഡിഫെൻസ്, ആ കീ ആണ് ഇതിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത്. നമ്മുടെ ജീവനും സ്വത്തും സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുവിധ എക്സ്റ്റെൻറ്റ് വരെ നമുക്ക് പോകാൻ പറ്റും. സോ അങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ അപ്രോച്ച് ചെയ്യേണ്ടത്. ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഡയറക്റ്റ് ആയിട്ട് സിലബസിൽ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. ഡിഫെൻസ് ഓഫ് പ്രൈവറ്റ് പ്രോപ്പർട്ടി അതിനകത്തുള്ളതാണിത്. അപ്പോൾ ഞാൻ സിലബസിനകത്ത് എവിടെ വരുന്നു എന്ന് കാണിച്ചു തരാം. ഇതിൽ IPC സെക്ഷൻ 96 97 നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, റൈറ്റ് ഓഫ് പ്രൈവറ്റ് ഡിഫെൻസ് ഓഫ് ബോഡി ആൻഡ് പ്രോപ്പർട്ടി. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചിട്ടുള്ള ആൾക്ക് ഈസി ആയിട്ട് ഉത്തരത്തിലെത്താൻ പറ്റും. ഇനി ഇത് BNSൽ നമുക്ക് എവിടെ വരുമെന്ന് നോക്കാം. BNSൽ സെക്ഷൻ 34 തൊട്ട് 44 വരെ ഇതാണ് പറഞ്ഞിട്ടുള്ളത്, പ്രൈവറ്റ് ഡിഫെൻസ്. അപ്പോൾ മനസ്സിലായല്ലോ. ഞാൻ ഉദ്ദേശിക്കുന്ന പോയിൻ്റ് ഇതാണ്. നിങ്ങൾ കഴിഞ്ഞ വർഷത്തെ സിലബസിൻ്റെ സെക്ഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ടെന്നേ ഉള്ളൂ. അതിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ സെയിം ക്വസ്റ്റ്യൻസ് തന്നെ ആയിരിക്കും. ഇപ്പോൾ പ്രൈവറ്റ് ഡിഫെൻസിൻ്റെ ക്വസ്റ്റ്യൻ ഇത്തവണയും വേണമെങ്കിൽ വരാം, മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒരു കാരണവശാലും BNS ആയി പോയതുകൊണ്ട് നിങ്ങൾക്ക് എക്സാം കിട്ടില്ല അല്ലെങ്കിൽ എക്സാം ടഫായി പോകും എന്നൊന്നും ഓർത്ത് പേടിക്കണ്ട. ഓക്കെ, ഞാൻ പറഞ്ഞു തന്ന പോയിൻ്റ് അതാണ്. ഇതുപോലെ സെക്ഷൻസിൻ്റെ നമ്പർ മാറിയിട്ടുണ്ടെങ്കിലും സംഭവം സെയിം തന്നെയാണ്. എല്ലാ ക്വസ്റ്റ്യൻസിലും നമുക്ക് ഇത് കാണിക്കാൻ പറ്റില്ല, ഒരുപാട് നീണ്ടുപോകും വീഡിയോ. അതിന് ഇത്രയും സമയം നിങ്ങൾ കളയേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ബാക്കി സെക്ഷൻസ് ഞാൻ പറഞ്ഞു പോകാം. അടുത്തതായി ഗ്രേവിയസ് ഹർട്ടിനെ പറ്റിയുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇത് IPC സെക്ഷൻ വരുമ്പോഴത്തേക്കും 326-നകത്തായിരുന്നു. അതിപ്പോൾ പുതിയ BNS വരുമ്പോഴത്തേക്കും 116 117 ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഡെഫിനിഷനകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ ഇമാസ്കുലേഷൻ പിന്നെ പെർമനൻറ്റ് ഡാമേജ്, നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ അറിയാം, സ്ഥിരമായിട്ട് കാഴ്ച നഷ്ടപ്പെടുക അല്ലെങ്കിൽ ഇമാസ്കുലേഷൻ, ഇതും രണ്ടും ഗ്രേവിയസ് ഹർട്ടാണ് എന്നുള്ളത് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവേണ്ടതാണ്. അത് ഒരു തവണ ആ സെക്ഷൻ വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്ക് മലയാളം ചോദ്യം നോക്കാം. താഴെ പറയുന്നതിൽ ഏതാണ് ഗുരുതരമായ മുറിവ്? അപ്പോൾ അതും നിങ്ങൾ ജസ്റ്റ് ഒരു വെബ്സൈറ്റിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ എളുപ്പം കിട്ടാവുന്ന ഒരു മാർക്കാണ്. ഒന്നും കൂടുതൽ ആലോചിക്കാനില്ല. അടുത്ത ക്വസ്റ്റ്യൻ റോങ്ഫുൾ റിസ്ട്രെയിനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതിപ്പോൾ പുതുതായിട്ട് BNSൽ സെക്ഷൻ 126 അപ്പോൾ ചോദ്യം ചോദിച്ചിരിക്കുന്ന ഒരിക്കലും സെക്ഷനും അല്ലെങ്കിൽ വകുപ്പുകൾ ഏതാണെന്നല്ല, സംഭവം എന്താണെന്ന് തന്നിട്ടുണ്ട്, അതെന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കുക, അത്രേ ഉള്ളൂ. ഇതിൽ നിങ്ങൾ ഈ മലയാളം ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ അത് പറയുന്ന കഥ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇതൊരു കഥ തന്നിട്ട് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്തേക്കുന്നതാണ്. ഇംഗ്ലീഷ് വായിച്ചിരുന്ന സമയം പോകുന്നുള്ളൊരു മലയാളം വായിക്കുക. പക്ഷേ ഇതിനകത്തൊരു ഓപ്ഷൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഇതിനകത്ത് ഓപ്ഷൻസ് വായിക്കുമ്പോഴത്തേക്കും നമുക്ക് കൺഫ്യൂഷൻ വരാം. തെറ്റായ നിയന്ത്രണം,
ശരിക്കും പറഞ്ഞാൽ കൺസ്ട്രെയിൻ എന്നാണ് അതിൻ്റെ മീനിങ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷിൽ അതിൻ്റെ പറയുന്നത്. അത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും കൺസ്ട്രെയിൻ ഒരാളെ തടയുക എന്നുള്ളതാണ്. കൺഫൈൻമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ തടങ്കലിലാക്കുന്ന പോലൊരു കുറ്റമാണ്. പക്ഷേ ഇതിനകത്ത് മലയാളം വായിക്കുമ്പോഴത്തേക്ക് നമുക്ക് നോർമലി കൺഫ്യൂഷൻ വരും. അതുകൊണ്ട് ഇംഗ്ലീഷും മലയാളം മിക്സ് ചെയ്ത് പോകാം. ഇതിന് ആൻസർ എ ആണ് വരുന്നത്. അപ്പോൾ റോങ്ഫുൾ റിസ്ട്രെയിൻ ആണ് ഇതിൻ്റെ ആൻസർ. അടുത്ത ക്വസ്റ്റൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി എക്സ്റ്റോർഷൻ്റെ ഡെഫിനിഷൻ തന്നെയാണ് മുകളിൽ കൊടുത്തിട്ടുള്ളത്. അതായത് മോചനദ്രവ്യം ആവശ്യപ്പെട്ടുകൊണ്ട് ഒരാളെ തട്ടിക്കൊണ്ടുപോകുക. അതിപ്പോൾ BNS. ഇത് ഒഫൻസ് അഗൻസ്റ്റ് പ്രോപ്പർട്ടിക്കകത്താണുള്ളത്. സെക്ഷൻ 308 എക്സ്റ്റോർഷൻ എന്ന് തന്നെയാണ് പേര്. അപ്പോൾ ഈ ഡെഫിനിഷൻ രണ്ടിലും IPCയിലും CRPCയിലും സെയിം തന്നെയാണ്. അപ്പോൾ ജസ്റ്റ് ഡെഫിനിഷൻ അറിയാമെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ആൻസറാണത്. പിന്നെ അത് മാത്രമല്ല, ഓപ്ഷൻ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് അതിനകത്ത് ഉത്തരത്തിലെത്താൻ പറ്റും. കാര്യം അത് ഡക്കോയിറ്റിയും റോബറിയും തെഫ്റ്റും എല്ലാം നമുക്കറിയാം. അപ്പോൾ അതിൽ പരിചയമില്ലാത്തൊരു വാക്ക് എക്സ്റ്റോർഷൻ മാത്രമാണ്. അങ്ങനെ ഈ ഉത്തരത്തിലെത്താം. കോമൺ സെൻസ് കൂടെ ഉപയോഗിക്കുക. എക്സാം ഹോളിൽ ടെൻഷൻ അടിക്കാതിരുന്നാൽ മതി. 2024 IPC സെക്ഷനിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണിത്. അതിൻ്റെ മലയാളം നമുക്ക് നോക്കാം. അതാണ് കുറച്ചും കൂടി എളുപ്പം വായിക്കാനായിട്ട്. ഇത് ബേസിക്കലി പ്രോപ്പർട്ടി അതുപോലെ തന്നെ ചീറ്റിംഗ്, ഇതിൻ്റെ രണ്ടിൻ്റെ ഡെഫിനിഷൻ അറിയാമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യനാണ്. ക്വസ്റ്റ്യൻ്റെ വലിപ്പം കണ്ട് നിങ്ങൾ പേടിക്കേണ്ട, അത് ഈസിയാണ്. അതിൻ്റെ ആൻസർ D ആണ് വരുന്നത്, മുകളിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം. സെക്ഷൻ 303 തെഫ്റ്റിനെ പറ്റി പറയുന്നത്. അതുപോലെ ചീറ്റിങ്ങിനെ പറ്റി പറയുന്നത് സെക്ഷൻ 318. IPC BNS തമ്മിൽ ഈ പറഞ്ഞ പോലെ ഒരു ഡിഫറൻസ് സെക്ഷൻസ് നമ്പേഴ്സിൽ മാത്രമേ ഉള്ളൂ. ബാക്കി കാര്യങ്ങളെല്ലാം സെയിം ആണ്. ചോദിക്കുന്ന ക്വസ്റ്റ്യൻസും ഇതുപോലെ തന്നെ വരും ഇനിയും എക്സാമിന്. ഇത് എക്സ്റ്റോർഷനും തെഫ്റ്റിലെ എക്സെപ്ഷൻസും രണ്ടും കൂടെ മിക്സ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു രൂപം കിട്ടും. മലയാളത്തിൽ വായിക്കുന്നതാണ് കുറച്ച് എളുപ്പം. ഒരു പ്രമാണത്തിന് വേണ്ടിയിട്ട് X Z കുട്ടിയെ തട്ടിക്കൊണ്ട് പോകുന്നതാണ് കഥ. എന്നിട്ട് അത് M X മേശയിൽ നിന്ന് കട്ടെടുത്ത് തിരിച്ച് Z കൊടുക്കുന്നു, അല്ലെങ്കിൽ കട്ടെടുക്കുന്നു. ഇതാണ് കഥ. അതായത് മോഷ്ടിച്ച അല്ലെങ്കിൽ ഒരു ക്രൈമിലൂടെ സമ്പാദിച്ച ഒരു മുതൽ വേറൊരാൾ കട്ടെടുത്ത് തിരിച്ചേൽപ്പിക്കുന്നു. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഏത് വകുപ്പിനകത്ത് വരും? അത് മോഷണമാണോ, അല്ലെങ്കിൽ അത് എക്സ്റ്റോർഷൻ മാത്രമാണോ, മോഷണോ എക്സ്റ്റോർഷനോ ആണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് വായിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസാണ് ഇതിനകത്ത് നിന്ന് വരുന്നത്. ഓക്കെ, അപ്പോൾ ആ ടേംസ് അതെങ്ങനെയാണ് അതിൻ്റെ എക്സെപ്ഷൻസ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇപ്പം നല്ലൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഒരാളൊരു ക്രൈമായിട്ടുള്ള കാര്യം ചെയ്യുന്നതെങ്കിൽ അത് ക്രൈമായിട്ട് പരിഗണിക്കില്ല. അത് ജനറൽ എക്സെപ്ഷനാണ്. എക്സെപ്ഷൻസ് എന്നുള്ള സെക്ഷനിൽ നോക്കിയാൽ മതി. BNSന് അത് സിലബസിനകത്ത് വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും BNSൽ നിന്ന് ഈ ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റ് ചെയ്യുക. അപ്പോൾ ഇതിനകത്തുള്ള ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ X മോഷണക്കുറ്റം ചെയ്തു, M മോഷണക്കുറ്റം ചെയ്തു. ശരിക്കും പറഞ്ഞാൽ X മോഷണക്കുറ്റമല്ല, കൊള്ളയടിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ M മോഷണക്കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അത് നിയമത്തിൻ്റെ കണ്ണിൽ അതിലൊരു എക്സെപ്ഷൻ ഉണ്ട്. അത് ക്രൈമായിട്ട് കൂട്ടില്ല. അപ്പോൾ ഇതിന് ആൻസർ വരുന്നത് B ആണ്, അല്ല A ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇത് IPC സെക്ഷൻ 304B ആണ്. 304B എന്ന് പറയുമ്പോഴത്തേക്കും ഡൗറി ഡെത്താണ്. അപ്പോൾ ഡൗറി ഡെത്തിനകത്ത് മരണമൊഴി, അതായത് സോൺ ബിഫോർ ഡെത്ത്, അല്ലെങ്കിൽ ടേം കൊണ്ട് മീൻ ചെയ്യുന്നത് എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ സെക്ഷൻ കണ്ടിട്ടുള്ളവർ ഉറപ്പായിട്ടും ഈ സ്റ്റേറ്റ്മെൻറ്റും വായിച്ചിട്ടുണ്ടാകും. ഈ സോൺ ബിഫോർ ഡെത്ത് എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റും. നമുക്ക് മലയാളം നോക്കാം. അത് കോടതി നിർണ്ണയിക്കുന്നൊരു ടേമാണ്. അതൊരു നിശ്ചിത കാലയളവല്ല. അത് കോടതിക്ക് എങ്ങനെയാണെങ്കിലും കോടതിയുടെ ഡിസ്ക്രിപ്ഷൻ അനുസരിച്ച് തീരുമാനിക്കാം. ഓക്കെ, അതിപ്പോൾ BNSൽ സെക്ഷൻ 80 കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇത് റേപ്പുമായിട്ട് ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ നമ്മൾ ഇതിലെ സെക്ഷൻസ് റേപ്പ് 376 വരുന്ന 376 ഒരുപാട് റേപ്പ് കേസുകൾ ഉണ്ടാവാറുണ്ട്. അതായത് ഒരുപാട് സെക്ഷൻസ് ഉണ്ട്, പല സെക്ഷൻസാണ്. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ തൻ്റെ ഔദ്യോഗികമായിട്ടുള്ള കർത്തവ്യം അല്ലെങ്കിൽ ഔദ്യോഗികമായിട്ടുള്ള പദവി ദുർവിനിയോഗം ചെയ്ത് 16 വയസ്സിന് താഴെയുള്ള ഒരാളെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇത് IPC 375 അല്ലെങ്കിൽ BNS 63 പ്രകാരമുള്ള ഒരു നോർമൽ റേപ്പ് കേസല്ല. IPC 376C അതിപ്പോൾ BNSലേക്ക് വരുമ്പോഴത്തേക്കും BNS 68 പ്രകാരം ഉള്ള ഒരു കുറ്റകൃത്യമാണ്. അപ്പോൾ എക്സാമിന് നിങ്ങളെ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 സെക്ഷനും തരും. അപ്പോൾ മനസ്സിലാക്കുക, പേഴ്സൺ ഇൻ അതോറിറ്റിയാണ് റേപ്പ് ചെയ്തത്. സോ സെക്ഷൻ മാറും, 68 ആവും. അല്ലെങ്കിൽ 63 to 66 വന്നേനെ, അല്ലെങ്കിൽ ഇപ്പോൾ 68 ആണ്. ഓക്കെ, ഡിഫറൻസ് മനസ്സിലാക്കി പഠിക്കുക. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് നമ്മുടെ പ്രൈവറ്റ് ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യനാണ്. കഴിഞ്ഞ വർഷം, ഇത് 2024 ക്വസ്റ്റ്യനാണ്. 2023 ഇതുപോലൊരു ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൽ തെറ്റ് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ക്വസ്റ്റ്യൻ ആൻസർ എഴുതാൻ നേരത്തെ അതുകൂടെ ശ്രദ്ധിക്കുക. ഓക്കെ, ആദ്യത്തെ 3 വായിക്കുമ്പോഴത്തേക്കും അത് ശരിയാണെന്ന് നമുക്ക് മനസ്സിലാവും. പക്ഷേ ലാസ്റ്റത്തെ സ്റ്റേറ്റ്മെൻറ്റ് വായിക്കുക. ഓപ്ഷൻ D, സ്വകാര്യ പ്രതിരോധത്തിനുള്ള അവകാശം മരണത്തിലേക്ക് നയിക്കുന്നില്ല. മരണത്തിലേക്ക് നയിക്കാം. ഇപ്പം നിങ്ങളെ ഒരാൾ കൊല്ലാൻ വരികയാണ്, നിങ്ങൾക്ക് അവരുടെ ജീവൻ എടുക്കാനുള്ള അവകാശമുണ്ട്. നിങ്ങളുടെ സെൽഫ് ഡിഫെൻസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അവരെ വരെ ചെയ്യാം. രാത്രി നിങ്ങൾ വീടൊരാൾ അകത്ത് കയറുകയാണ്. നേരത്തെ നമ്മൾ കണ്ടു, മോഷണം നടത്താനാണെങ്കിലും അല്ലാതെ നിങ്ങളുടെ വീട് തകർത്ത ഒരാൾ അകത്ത് കയറുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് അവരുടെ ജീവൻ എടുക്കാം നിങ്ങളുടെ ഡിഫെൻസിന് വേണ്ടിയിട്ട്. ഓക്കെ, അതൊരു ജനറൽ എക്സെപ്ഷനാണ് IPCയിൽ. ഓക്കെ,
അപ്പോൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ് ഈ ക്വസ്റ്റ്യൻ 2023 24. അപ്പോൾ ഇനിയും റിപ്പീറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ ഒരു സെക്ഷൻ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പം സെക്ഷൻ 354A, അതായത് സെക്ഷൽ ഹറാസ്മെൻ്റ് ആണ്, സെക്ഷൽ ഹറാസ്മെൻറ്റ് അഗെയിൻസ്റ്റ് വുമൺ. അപ്പോൾ നിങ്ങൾക്ക് ഈ സെക്ഷൻ അഥവാ അറിയില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഇതിനകത്തുള്ള ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് വായിക്കുമ്പോഴത്തേക്കും അത് ഈ സെക്ഷനാണെന്നും സെക്ഷൽ ഹറാസ്മെൻ്റ് ആണെന്ന് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഓഡ് വൺ തിരഞ്ഞെടുത്താൽ മാത്രം മതി. അഥവാ എന്തെങ്കിലും പുറത്ത് കളയാനുണ്ടെങ്കിൽ ഓഡ് വൺ തിരഞ്ഞെടുത്താൽ മതിയാവും. ഇത് മെയിനായിട്ട് പരാമർശങ്ങളെ പറ്റിയാണ് പറയുന്നത്. അപ്പം ലൈറ്റായിട്ടുള്ള വകുപ്പാണ് 354A, B, C, D എന്ന് പോകും തോറും അതിൻ്റെ ഗ്രാവിറ്റി കൂടി വരും. ഇപ്പോൾ BNS സെക്ഷൻ വരുമ്പോഴത്തേക്കും സെക്ഷൻ 75 ആണ്. അതിനകത്ത് സെക്ഷൽ ഹറാസ്മെൻറ്റ് എന്നുള്ള ഒരൊറ്റ സെക്ഷൻ മാത്രമേ ഉള്ളൂ. പിന്നെ ഡിസ്റോബിങ്ങും അതൊക്കെ സെക്ഷൻ 76, 77 അങ്ങനെ താഴോട്ട് പോകും. അപ്പോൾ ഇതിലെ ആൻസർ എന്ന് പറഞ്ഞാൽ മുകളിൽ പറഞ്ഞവയെല്ലാം എന്നുള്ളതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഡിസോണസ്റ്റി അല്ലെങ്കിൽ ഫ്രോഡുലൻ്റ്ലി, ഈ ടേംസ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എവിടെയാണെന്നുള്ളത് ഒബ്വിയസ്ലി IPSലായിരിക്കും. IPSലാണ് കുറ്റവും ശിക്ഷയും വിശദീകരിച്ചിട്ടുള്ളത്. അതായത് ഇപ്പോൾ BNSൽ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് BNS എന്നായിരിക്കും. IPC എന്ന് പറയുന്നത് BNS എന്ന് കൊടുത്തേക്കും BNS ആണ് ആൻസർ. കാര്യം കുറ്റവും ശിക്ഷയും വിധിച്ചിരിക്കുന്നത് അതിനകത്താണ്. CRPCയിൽ അല്ലെങ്കിൽ BNSSൽ പറയുന്നത് എന്താ, പ്രൊസീജിയേഴ്സ് മാത്രമാണ്. ഒരു ക്രൈം ചെയ്ത ഒരാളെ എങ്ങനെ കോടതി ഹാജരാക്കണം, കോടതി എങ്ങനെ ആക്ഷൻ എടുക്കണം, അയാൾ എങ്ങനെ ജയിലിലിടണം എന്നൊക്കെ ഉള്ളതാണ്. സോ അതാണ് ആ ഡിഫറൻസ്. അപ്പം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം IPC തന്നെയായിരിക്കും ആൻസർ. ഇനി CRPCയിലേക്ക് കിടക്കാം. CRPCയിൽ എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഡിഫിനിഷൻസ് നിങ്ങൾ പഠിക്കുക. ഇപ്പോൾ വാറണ്ട് കേസ് അത് ഡയറക്റ്റായിട്ട് ചോദിച്ചിരിക്കുകയാണ്. വാറണ്ട് കേസ് എന്ന് CRPCയിൽ ആദ്യം തന്നെ കൊടുത്തിട്ടുണ്ട്. അതായത് BNSSനകത്തും അത് ആദ്യം തന്നെ കൊടുത്തിട്ടുണ്ട്. ആ ടേം ഡിഫിനിഷൻ നമ്മൾ പഠിക്കുക. അതങ്ങനെ തന്നെ ചോദിക്കും എന്താണെന്നുള്ളതാണ്. ഇപ്പോൾ ഇതിലെ ആൻസർ വന്നിട്ട് ഓപ്ഷൻ D ആണ്. ലാസ്റ്റത്തെ ഓപ്ഷനില്ല, ബാക്കിയെല്ലാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇത് 41Dയെ പ്രതിപാദിച്ചിട്ടുള്ള വകുപ്പാണ്. അതായത് തനിക്ക് ഇഷ്ടമുള്ള ലോയറിന് വയ്ക്കാനുള്ള വകുപ്പ്. ഓക്കെ, അതിപ്പോൾ BNSSൽ 38ാമത്തെ സെക്ഷനകത്താണ് അത് പറഞ്ഞിട്ടുള്ളത്. പഴയ 41D ഇപ്പോൾ 38ലോട്ട് മാറ്റി. ഓക്കെ, ഒരു തവണ അത് വായിച്ചിട്ട് പോയവർക്ക് ഈസി ആയിട്ട് കിട്ടും. അപ്പോൾ അടുത്തതായി മജിസ്ട്രേറ്റിൻ്റെ ഓർഡർ ഇല്ലാതെ ഒരു പോലീസ് ഓഫീസർക്ക് ഒരാളെ എപ്പോൾ അറസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അത് പഴയ CRPC സെക്ഷനകത്തും ഉണ്ട്. അതുപോലെ തന്നെ ഈ BNSSനകത്ത് സെക്ഷൻ 35 പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ 35 എടുക്കുക, അതിൻ്റെ ക്ലോസസ് നോക്കുക, ഇങ്ങനൊരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ഉത്തരം എഴുതുക. അപ്പോൾ ഇതിലെ ഉത്തരം നൺ ഓഫ് ദ എബോവ് ആണ്. ഈ മുകളിൽ പറഞ്ഞേക്കുന്നതിലൊന്നും നമുക്ക് കോടതിയുടെ ഉത്തരവോട് കൂടി മാത്രമേ കസ്റ്റഡിയിൽ എടുക്കാൻ പറ്റുള്ളൂ. കൊഗ്നിസബിൾ ഒഫൻസ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ, അതായത് അറസ്റ്റ് ചെയ്യാൻ പാകത്തിനുള്ള, അതായത് ഒരു മർഡറോ റേപ്പോ അങ്ങനെയുള്ള ഹീനിയസ് ആയിട്ടുള്ള ക്രൈം ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഒരാളെ വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അത് ഏതൊക്കെ വകുപ്പുകളാണ്, കൊഗ്നിസബിൾ ഒഫൻസ് ഏതൊക്കെയാണെന്നുള്ളത് ഉറപ്പായിട്ട് നോക്കിയിട്ട് പോവുക. ചിലപ്പം ഒരു ടേബിളായിട്ട് തന്നിട്ട് അതിൽ നിന്ന് പിക്ക് ചെയ്യാനൊക്കെ ചോദിക്കാം. ഓക്കെ, അപ്പോൾ അടുത്തതായി ഇൻക്വയറിയെ പറ്റിയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അതും ആ ടേം ഡെഫിനിഷൻ പഠിച്ചിട്ട് പോകാനായിട്ട് അതിൻ്റെ ടേമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്, ടേമും സെക്ഷനും. അപ്പോൾ അത് BNSൽ വന്നിട്ട് ഇൻക്വയറി എന്ന് പറയുമ്പോഴത്തേക്കും സെക്ഷൻ 2K ആണ്. അപ്പോൾ 2K ഇൻക്വയറി, അതുപോലെ തന്നെ 2H കംപ്ലയിൻറ്റ്, 2I എന്ന് പറയുമ്പോൾ ഇൻവെസ്റ്റിഗേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിനകത്ത് നോക്കിയിട്ട് പോവുക. അതായത് സമൻസ് കേസസ്, വിക്ടിം എന്താണ്, വാറണ്ട് കേസസ് എന്താണ്, ഡെഫിനിഷൻസ്. ആദ്യം ആ ഡെഫിനിഷൻസ് തന്നെ കൊടുത്തിട്ടുണ്ട് BNSSൽ, നിങ്ങൾ നോക്കിയാൽ കാണാം. അപ്പോൾ അത് എല്ലാം ഡെഫിനിഷൻസ് ആയിട്ട് തന്നെ പഠിച്ചിട്ട് പോവുക. അതിനകത്ത് പറയുന്ന 1-2 ക്ലോസസ് പഠിച്ചിട്ട് തന്നെ പോവുക. അതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് ചോദിക്കും. അടുത്തതായി ജുഡീഷ്യൽ പ്രൊസീഡിങ്സിനെ പറ്റിയൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത് ഒരു ടേം ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ ആൻസർ വന്നിട്ട് നമുക്ക് ഓപ്ഷൻ B ആണ്. തെളിവുകൾ ഉള്ളതോ നിയമപരമായി സത്യപ്രതിജ്ഞ ചെയ്തിട്ടുള്ളതോ ആയിട്ടുള്ള കേസുകളെ പറ്റിയുള്ളതാണ്. അതാണ് അതിൻ്റെ ഡെഫിനിഷൻ. 42nd ക്വസ്റ്റ്യൻ വളരെ ഈസിയാണ്. അറസ്റ്റഡ് പേഴ്സൺസിൻ്റെ റൈറ്റിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കണുണ്ട്. IPC സെക്ഷൻ 41 ABCD ഒക്കെ അത് തന്നെയാണ്. IPC അല്ല, CRPC സെക്ഷൻ. BNSSൽ അത് വന്നിട്ട് സെക്ഷൻ 38, 39, 40, 41 ഈ സെക്ഷൻസ് തന്നെയാണ് BNSSനകത്തുള്ളത്. ഓക്കെ, അപ്പോൾ ആ സെക്ഷൻസ് അറിയാമെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഈസി ആയിട്ട് ഉത്തരം കിട്ടും. പിന്നെ നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഓരോ അറസ്റ്റിലായ വ്യക്തിക്കുള്ള അവകാശങ്ങൾ നമ്മൾ കാണുന്നുണ്ടല്ലോ. ഇപ്പോൾ വക്കീലിന് ഇഷ്ടമുള്ള വക്കീലിന് വയ്ക്കാൻ പറ്റും, കാരണം പറഞ്ഞിട്ട് മാത്രമേ അറസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കോമൺ സെൻസ് അപ്ലൈ ചെയ്താലും കിട്ടും. അപ്പോൾ D ആണ് ഇതിൻ്റെ ആൻസർ, മുകളിൽ പറഞ്ഞവയല്ല. അടുത്തത് സമൻസ് സെർവ് ചെയ്യുന്ന പ്രൊസീജിയറിനെ പറ്റിയുള്ള ഒരു സെക്ഷനാണ്. അപ്പോൾ സമൻസ് എങ്ങനെ സെർവ് ചെയ്യണം, ആളില്ല എങ്കിൽ സമൻസ് എന്ത് ചെയ്യണം, അതായത് ഒരാളെ സമൻസ് അയച്ചു പക്ഷേ അയാളെ കണ്ടെത്താനായില്ല, അപ്പോൾ ആ സമൻസ് എന്ത് ചെയ്യണം, അതെങ്ങനെ ഡിസ്പോസ് ചെയ്യണം എന്നുള്ളതാണ്. ഇപ്പോൾ BNSനകത്ത് സെക്ഷൻ 63 മുതൽ 82 വരെ വാറണ്ട് ആൻഡ് സമൻസിനെ പറ്റിയാണ് പറയുന്നത്. അതിനകത്തുള്ള എക്സെപ്ഷൻസും കാര്യങ്ങളും എല്ലാം ഇതിനെ പറയുന്നുണ്ട്. അപ്പോൾ അടുത്തതും പ്രൊസീജിയറിനെ പറ്റി ബന്ധപ്പെടുത്തിയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിനകത്ത് ഇൻഫർമേഷൻ എങ്ങനെ കളക്ട് ചെയ്യണം എന്നുള്ളതിനെ പറ്റിയാണ് പറയുന്നത്. അത് BNS 173 മുതൽ 196 വരെയുള്ള സെക്ഷനുള്ളിൽ പറയണുണ്ട്. ഓക്കെ, ആ സെക്ഷൻസ് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക.
കോമൺ സെൻസിൽ ആൻസർ ചെയ്യുക. അതിന് വേണ്ടിയിട്ടുള്ള ഒരു കോമൺ സെൻസ് ഉണ്ടാക്കി, ഒരു കോമൺ അവയർനെസ് ഉണ്ടാക്കി എടുക്കുക. വസ്തുത വിരുദ്ധമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഓപ്ഷനിൽ കണ്ടു കഴിഞ്ഞാൽ അത് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്, ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക. അല്ലാതെ ഇതെല്ലാം കാണാതെ പഠിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നടക്കില്ല. അപ്പോൾ അതെങ്ങനെ പഠിക്കണമെന്നുള്ള ഇന്നലെ നമ്മൾ സിലബസ് ഡീകോഡ് ചെയ്ത് വീഡിയോനകത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അത് വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇനി നമുക്ക് IT ആക്ട് എന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനിലേക്ക് വരാം. അപ്പോൾ അതിനകത്ത് ആദ്യം ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ആദ്യത്തെ 2 ഓപ്ഷൻ കറക്റ്റാണ്. പിന്നെയുള്ള 2 ഓപ്ഷൻ 43A അത് ക്യാപിറ്റൽ ലെറ്റർ A ആണ്, സ്മോൾ ലെറ്റർ A അല്ല. A വെറും 43 അവസാനം കിടക്കുന്ന 2 അപ്പോൾ ഇതും ഓഡ് ഓൺ ഔട്ടിൽ പിക്ക് ചെയ്യാം. കാര്യം ഓപ്ഷൻസ് അങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. കാര്യം ഓൾ ഓഫ് ദ എബോവ് വരുന്ന ഓപ്ഷൻസ് ഇല്ല. അപ്പോൾ ഇതിൻ്റെ ആൻസർ വന്നിട്ട് B ആണ്. ഓക്കെ, സിലബസിനകത്ത് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇന്നലത്തെ സിലബസ് നോക്കിയപ്പോഴേ, അനലൈസ് ചെയ്തപ്പോഴേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഇതിൻ്റെ സെക്ഷൻസും അതിലെ വകുപ്പുകളും ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു കാര്യത്തിൽ മാത്രം നിങ്ങൾ സെക്ഷൻസ് പഠിച്ചിട്ട് പോകണം. ഡെഫിനറ്റായിട്ട് പഠിച്ചിട്ട് പോകണം. സൈബർ IT ലോയുമായിട്ട് ബന്ധപ്പെട്ട്, IT ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ സെക്ഷൻസും നിങ്ങൾ പഠിച്ചിരിക്കണം. ഇന്ന സെക്ഷൻ എന്താണെന്നുള്ളത് സെക്ഷൻ തന്നെ ബൈഹാർട്ട് ചെയ്യണം. അടുത്ത ചോദ്യം ആക്സസ് എന്ന് പറയുന്ന പദം അല്ലെങ്കിൽ പ്രവേശനം എന്ന് പറയുന്ന ഒരു പദവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതെന്താണെന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് അവസാനം നോക്കിക്കഴിഞ്ഞാൽ ഏതെങ്കിലും കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൻ്റെ തടസ്സം, അത് ഒരിക്കലും ആക്സസ് ആയിട്ട് പരിഗണിക്കാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യുന്നത് വഴി നമുക്ക് ആൻസറിലെത്താൻ പറ്റും. ഓക്കെ, ഇതും അതിനകത്തുള്ള തന്നിട്ടുള്ള ടേമാണ്. ആ ടേമിൻ്റെ ഡെഫിനിഷൻ അറിയാവുന്നവർക്ക് ആ മാർക്ക് കിട്ടും. അടുത്തത് ലോജിക്കായിട്ട് സോൾവ് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യനാണ്. ഒരു ഇൻ്റർമീഡിയറി അല്ലെങ്കിൽ ഒരു ഇടനിലക്കാരൻ്റെ ഡെഫിനിഷനാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതും നമ്മുടെ സിലബസിനകത്ത് പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. പിന്നെ മോർ ഓവർ ആ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് അതിൻ്റെ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ലോജിക്കലി നമുക്ക് അതിന് ആൻസർ കിട്ടും, ഡിഡക്റ്റ് ചെയ്യാൻ പറ്റും. അഥവാ സിലബസിന് പുറത്ത് നിന്ന് എന്തെങ്കിലും ചോദിച്ചതായിട്ട് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നും കൂടെ ആ ക്വസ്റ്റ്യൻ ഇരുത്തി വായിക്കുക, ഓപ്ഷൻസ് വായിക്കുക, നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ആ ഒരു വേർഡ് മീനിങ് എടുക്കുക. എന്നിട്ട് നിങ്ങളൊരു കാൽക്കുലേറ്റഡ് ഗസ് നടത്തുക, അത് ഉത്തരം ശരിയായിരിക്കും. ഓക്കെ, അങ്ങനെ വേണം അത് അപ്രോച്ച് ചെയ്യാൻ. അറിയില്ല, കേട്ടിട്ടില്ല എന്ന് പറഞ്ഞ് വിട്ടിട്ട് പോകരുത്. അടുത്തത് സ്റ്റോക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യനാണ്. ഇതിപ്പോൾ ഇത് IT ബേസിക് ഓഫ് IT ആൻഡ് സൈബർ ക്രൈമിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ടോപ്പിക്സ് നിങ്ങൾ അതിൻ്റെ ഡെഫിനിഷൻസ് പഠിച്ചിട്ട് പോവുക. ആ ഡെഫിനിഷൻസിനകത്ത് അത് അറിയാമെന്നുള്ള ഒരാൾക്ക് ഈസി ആയിട്ട് അതിൽ നിന്ന് റോങ് ആയിട്ടുള്ളത് സ്പോട്ട് ചെയ്ത് എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞിട്ട് ആൻസറിലോട്ട് എത്താൻ പറ്റും. അപ്പോൾ ഇതിനകത്തൊരു എക്സെപ്ഷനാണ് ചോദിച്ചിട്ടുള്ളത്. ക്വസ്റ്റ്യൻ ഡീറ്റെയിൽ ആയിട്ട് വായിക്കുക. അപ്പോൾ അതായത് ഇത് നിയമപരമായിട്ടാണെങ്കിൽ നമുക്കൊരാളുടെ സ്വകാര്യ വിവരം ചോർത്താനുള്ള അവകാശമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമത്തിൻ്റെ ഏതെങ്കിലും ഒരു വിപത്തിനെ തടയാനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ. അപ്പോൾ അതാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ്സിൽ തന്നേക്കുന്നത്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം ശരിയാണ്. ഇതിലേതെങ്കിലും തെളിയിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇത് ചെയ്യുന്ന ആൾ കുറ്റകൃത്യം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിലേതെങ്കിലും തെളിയിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ആ കുറ്റത്തിൽ നിന്ന് നമുക്കൊരു എക്സെപ്ഷൻ കിട്ടും. ഓക്കെ, അതാണ് അതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കുറ്റവും എക്സെപ്ഷൻസും പഠിക്കുക. അപ്പോൾ അടുത്ത ചോദ്യം എന്ന് പറയുമ്പോഴത്തേക്കും ഐഡൻറ്റിറ്റി തെഫ്റ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അത് 66C ഓഫ് IT ആക്ട്. ഓക്കെ, അത് IPC ആണെന്ന് പറഞ്ഞ് കൺഫ്യൂഷൻ ആവരുത്. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളത് കോഡ് വെച്ച് പഠിക്കുന്നത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. 66C എന്ന് പറയുമ്പോൾ കോപ്പി, വേറൊരാളെ നമ്മൾ കോപ്പി അടിക്കുകയാണ്. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ കോഡ് വെച്ച് തന്നെ പഠിച്ച് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇത് ഈ സിലബസിനകത്ത് കാണാത്തൊരു ചോദ്യമാണ്. ഈ സെക്ഷൻ സിലബസിനകത്ത് ഇല്ല. എന്നിരുന്നാലും നമ്മൾ ആൻസർ എഴുതണം. 2008 ഇതിൻ്റെ ആൻസർ വന്നിട്ട് D ആണ്. IT ആക്ട് 2000 76 വകുപ്പ് പ്രകാരമാണ് ഒരാൾക്ക് ഒരു വസ്തു കോൺഫിസ്റ്റിക്കേറ്റ് ചെയ്യാനുള്ള അധികാരം ഉള്ളത്. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. IMSI നമ്പർ, അത് സിലബസിനകത്ത് വ്യക്തമായിട്ട് കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതിനെപ്പറ്റി ജസ്റ്റ് ഒരു ബ്രീഫ് നോക്കിയിട്ട് പോയവർക്ക് ഇത് കിട്ടിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതിൽ ഭാഗമല്ലാത്തത് MLR ആണ്. ഓക്കെ, MLR ആണ് IMSI നമ്പറിൽ ഭാഗമല്ലാത്തത്. അടുത്തത് IMEI നമ്പറിൻ്റെ ഫുൾ ഫോമാണ്. അപ്പോൾ ഓപ്ഷൻ A ആണ് ആൻസർ. ഇൻ്റർനാഷണൽ മൊബൈൽ എക്യുപ്മെൻറ്റ് ഐഡൻറ്റിറ്റി നമ്പർ, അതാണ് IMEI നമ്പർ. സിലബസിൽ ഡയറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈസി ഷോർട്ടാണ്, 1 മാർക്ക് കിട്ടേണ്ടതാണ്. ഈ ക്വസ്റ്റ്യൻ കുറച്ച് ടഫാണ്, എനിക്കും അറിയില്ല എന്താ സംഭവം എന്നുള്ളത്. ഇതിൻ്റെ ആൻസർ വന്നിട്ട് A ആണ്, 1 and 3. പക്ഷേ ഇങ്ങനെയൊക്കെ ഉള്ളൊരു കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങളത് സ്കിപ്പ് അടിക്കുക, വേറെ ഓപ്ഷൻ ഇല്ല. കാര്യം നമുക്ക് എല്ലാം അറ്റൻഡ് ചെയ്യണമെന്നില്ല. വെറുതെ അറിഞ്ഞുകൂടാത്തത് കുത്തി നെഗറ്റീവ് ആക്കരുത്. കാര്യം ഇതിനകത്ത് സിലബസിനകത്ത് ഇതങ്ങനെ എക്സ്പ്ലിസിറ്റ് ആയിട്ട് കണ്ടിട്ടില്ല. ഇത് കൺഫ്യൂഷനായിട്ട് PSC തന്നെ ഡിലീറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനാണ്, 70ാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും വരും. ഇത് വായിച്ച് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ഒരുപാട് സമയം പോകും. ആദ്യം വായിച്ചിട്ട് ഉത്തരം കിട്ടിയില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക. അപ്പോൾ ഇത് സെക്ഷനിൽ നിന്ന് ഡയറക്റ്റുള്ള ക്വസ്റ്റ്യനാണ്. സെക്ഷൻ 43, അതായത് പെനാൽറ്റി ആൻഡ് കോമ്പൻസേഷൻ ഫോർ ഡാമേജിങ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് കമ്പ്യൂട്ടർ സിസ്റ്റം, അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇതിന് ആൻസർ വന്നിട്ട് A ആണ്, ഡിസോണസ്റ്റ്ലി ആൻഡ് ഫ്രോഡുലൻ്റ്ലി. ഡിസോണസ്റ്റി ആയിട്ടോ ഫ്രോഡുലൻ്റ് ആയിട്ടോ നമ്മളൊരു കമ്പ്യൂട്ടറിൽ ഡാമേജ് വരുത്തുകയാണെങ്കിൽ അത് സെക്ഷൻ 43-ക്കുള്ളിൽ വരും. അത് തന്നെയാണ് അതിൻ്റെ ജസ്റ്റ് ഒരു മീനിങ്. ഓക്കെ, അപ്പോൾ ഇത് അറിഞ്ഞിരിക്കുക. ഇത്രയും നേരം നമ്മൾ നോക്കിയതിൽ പണിഷ്മെൻറ്റ് ചോദിച്ചിട്ടുള്ളൊരു ഒറ്റ ക്വസ്റ്റ്യനെ നമ്മൾ കണ്ടിട്ടുള്ളൂ. ഓക്കെ,
ഐഡൻറ്റിറ്റി തെഫ്റ്റിൻ്റെ പണിഷ്മെൻറ്റ്, ഐഡൻറ്റിറ്റി തെഫ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും 66C, അതിൻ്റെ പണിഷ്മെൻറ്റ് എന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ആകെ ഒരു പണിഷ്മെൻറ്റ് മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ കണ്ട ക്വസ്റ്റ്യൻസ് എല്ലാം പഠിച്ചിട്ട് സെക്ഷൻസ് എല്ലാം പഠിച്ചിട്ട് പണിഷ്മെൻ്റ് ഒന്നും പഠിച്ച സമയം കളവൊന്നുമില്ല. പക്ഷേ IT ആക്ട് കുറച്ച് എക്സെപ്ഷനാണ്, അതിൻ്റെ സെക്ഷൻസും പണിഷ്മെൻറ്റും കൂടെ പഠിച്ച് വെച്ചേക്കുക. 47ൻ്റെ ആൻസർ C ആണ്. 3 വർഷം വരെ തടവും 1 ലക്ഷം വരെ പിഴയും. അടുത്ത ക്വസ്റ്റ്യൻ സൈബർ ടെററിസവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതിൽ ഓപ്ഷൻസ് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഉത്തരത്തിലെത്താൻ പറ്റും. നിങ്ങൾക്കത് അറിയില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഈസി ആയിട്ട് അതിൽ ഉത്തരത്തിലെത്താൻ പറ്റും. ഇനി അടുത്ത ചോദ്യം വീണ്ടും പണിഷ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. അപ്പോൾ 67A പ്രകാരം അത് ആ സിലബസിനകത്ത് തന്നിട്ടുണ്ട്. ലൈംഗിക ചുവയുള്ള കാര്യങ്ങൾ പ്രസിദ്ധീകരിക്കുകയോ അയച്ചു കൊടുക്കുകയോ ചെയ്യുകയാണെങ്കിൽ എന്താണ് ശിക്ഷ എന്നുള്ളതാണ്. ഓപ്ഷൻ A ആണ് ആൻസർ. ഇത് റിപ്പീറ്റഡ് ഒഫൻസിനുള്ള പണിഷ്മെൻറ്റാണ്. ആദ്യമായിട്ട് ഇത് ചെയ്യുന്ന ഒരാൾക്ക് അത്ര പണിഷ്മെൻറ്റ് കിട്ടില്ല. അത് റിപ്പീറ്റ് ചെയ്ത് ചെയ്യുന്ന ആൾക്കാർക്കാണ് പരമാവധി ഈ 5 വർഷം വരെ തടവും 10 ലക്ഷം രൂപ വരെ പിഴയും കിട്ടാവുന്നത്. IT ആക്ട് സെക്ഷൻ 65 പറ്റിയുള്ള ക്വസ്റ്റ്യനാണ്. കമ്പ്യൂട്ടർ സോഴ്സ് കോഡിൻ്റെ പാർട്ട് അല്ലാത്തത് എന്താണെന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും ഓപ്ഷൻ വായിക്കുമ്പോൾ കിട്ടും. അതിൻ്റെ ഹാർഡ്വെയർ, കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ്വെയർ സവിശേഷതകൾ അതിൽ ഉൾപ്പെടില്ല, സോഫ്റ്റ്വെയർ ആണല്ലോ. അപ്പോൾ അത് തന്നെയാണ് എൻ്റെ ആൻസർ വരുന്നത്, B. അടുത്തതായിട്ട് നമുക്ക് RTA നോക്കാം, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് 2005. അപ്പോൾ അതിനകത്തുള്ള ചോദ്യം 2024 ചോദിച്ച ചോദ്യമാണിത്. കോപ്പിറൈറ്റ് ഇൻഫ്രിഞ്ച്മെൻറ്റ് ഉണ്ടെങ്കിൽ ഇൻഫർമേഷൻ റിക്വസ്റ്റ് റിജക്റ്റ് ചെയ്യാനുള്ള അധികാരം ആർക്കാണുള്ളതെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇതിൽ ആൻസർ വരുന്നത് ബോത്ത് കേന്ദ്ര സംസ്ഥാന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർമാർക്ക് 2 പേർക്കും അത് ചെയ്യാൻ പറ്റും. RTAയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വകുപ്പാണ് സെക്ഷൻ 11. അപ്പോൾ ഞാനത് മുന്നേ സിലബസ് ഡീകോഡ് ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പോഴേ പറഞ്ഞിട്ടുണ്ട്, ഒരിക്കലും വിട്ടുപോകരുത് ആ സെക്ഷൻ. അപ്പോൾ ആ സെക്ഷൻ പ്രകാരം തേർഡ് പാർട്ടിക്ക് നോട്ടീസ് കൊടുത്ത് എത്ര നാളിനുള്ളിൽ അഭിപ്രായം അറിയണമെന്നാണ് ഇൻഫർമേഷൻ കമ്മീഷണർ. അതിൻ്റെ ആൻസർ 5 ദിവസമാണ്, ഓപ്ഷൻ B. ഇത് താരതമ്യേന കുറച്ച് ടഫായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇത്രയും സബ് സെക്ഷനെ നമ്മൾ ശ്രദ്ധിക്കില്ല, എങ്കിലും സെക്ഷൻ 8 അതിനകത്ത് കൊടുത്തിട്ടുള്ള സെക്ഷനായിട്ട് നമ്മൾ നോക്കാൻ ബാധ്യസ്ഥരാണ്. അടുത്തതായി 2024 ചോദിച്ച ക്വസ്റ്റ്യനാണ്. IP സ്പൂഫിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യനാണ്. അതായത് ട്രസ്റ്റഡ് ആയിട്ടുള്ളൊരു എൻറ്റിറ്റി എന്നുള്ള പേരിൽ ഈ ഇൻഫർമേഷൻ നുഴഞ്ഞു കയറി ഹാക്ക് ചെയ്തുകൊണ്ട് പോകുന്നതിനാണ് IP സ്പൂഫിംഗ് എന്ന് പറയുന്നത്. അപ്പം ആ ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ആയിട്ട് തന്നെ ചോദിച്ചിട്ടുണ്ട്. IP സ്പൂഫിംഗ് എന്ന് നിങ്ങൾ നെറ്റിലടിച്ചാൽ കിട്ടുന്ന ഉത്തരം തന്നെയാണ് ഇതിൽ ചോദിച്ചിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ പൊട്ടൻഷ്യൽ ഡിജിറ്റൽ എവിഡൻസിനെ പറ്റിയാണ്. അപ്പോൾ ഇതിന് ആൻസർ വരുന്ന D ആണ്. നിങ്ങൾക്ക് ഓപ്ഷൻ വായിക്കുമ്പോൾ തന്നെ അത് മനസ്സിലാവും. വായിക്കണമെന്നേ ഉള്ളൂ, വായിച്ച സമയം പോകും കുറച്ച്, എങ്കിലും വായിച്ചാൽ ഉത്തരം കിട്ടും. ഇതിൽ ബയോമെട്രിക്സിനെ പറ്റിയാണ് ചോദിച്ചിട്ടുള്ളത്. അതിൽ ഏറ്റവും റിലയബിൾ ആയിട്ടുള്ള ഡേറ്റ അല്ലെങ്കിൽ ഏറ്റവും റിലയബിൾ ആയിട്ടുള്ള മെത്തേഡ് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. DNA ആണ് ഏറ്റവും റിലയബിൾ ആയിട്ടുള്ള മെത്തേഡ്. അടുത്തതായി ക്ലൗഡ് സ്റ്റോറേജിൻ്റെ ഓതൻറ്റിസിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെ മെത്തേഡ് സ്വീകരിക്കാൻ പറ്റുമെന്നുള്ളതാണ്. ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള മെത്തേഡ് ടൈം സ്റ്റാമ്പുകൾ സൃഷ്ടിക്കലും പരിഷ്കരിക്കലുമാണ്. ഓക്കെ, ഈ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ കുറച്ച് ടഫായിരുന്നു. അപ്പോൾ നിങ്ങൾ കുറച്ചും കൂടെ ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇത്തവണ എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട്. അത് സിലബസിൽ തന്നിട്ടുള്ള കാര്യങ്ങൾ IT 10 മാർക്കിനാണ് ചോദിക്കുന്നത്. അപ്പോൾ ആ സീരിയസ്നെസ്സിൽ തന്നെ അത് പഠിക്കുക. കുറച്ച് പഠിച്ചാൽ കൂടുതൽ മാർക്ക് കിട്ടുന്നൊരു മേഖലയാണത്. അപ്പോൾ അതുകൊണ്ട് വിട്ട് കളയാതിരിക്കുക. അടുത്ത ചോദ്യം അത്യാവശ്യം സിമ്പിളാണ്, കോമൺ സെൻസിൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. നിങ്ങൾ മൂവീസിലൊക്കെ കണ്ടാണ് CDR അനലൈസ് ചെയ്തെന്നുള്ളത്. അപ്പോൾ ഫോൺ വഴിയുള്ള ആക്രമണം, അതായത് കോൾ റെക്കോർഡാണ് CDR എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ അത് നമുക്ക് CDR വിശകലനം ചെയ്ത് കഴിഞ്ഞാൽ ഫോൺ വഴിയുള്ള ഓൺലൈൻ തട്ടിപ്പുകൾ, അതായത് കോൾ വഴിയുള്ള തട്ടിപ്പുകളെല്ലാം കണ്ടുപിടിക്കാൻ പറ്റും. ഈ CDR അനലൈസിസ്, ഈ IPDR അനലൈസിസ് ഒക്കെ സിലബസ് തന്നിട്ടുണ്ട്. ജസ്റ്റ് അതിൻ്റെ ഡെഫിനിഷൻ ഒന്ന് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഇതിൽ 2 മാർക്ക് കിട്ടും. ഇവൻ ദോ IT വളരെ ടഫായിട്ടാണ് ചില ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. എന്നിരുന്നാൽ പോലും നമുക്ക് വളരെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസും ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഒരു ബ്രീഫ് ഐഡിയ ഉണ്ടാക്കിയിട്ട് പോവുക. 10 എണ്ണത്തിലൊരു 6 എണ്ണം ഈസി ആയിട്ട് കിട്ടും. ഇതാണ് ഞാൻ പറഞ്ഞ PYQൻ്റെ പവർ. കഴിഞ്ഞ വർഷം ചോദിച്ച IMEI നമ്പറിനെയും IMSI നമ്പറിനെയും പറ്റിയുള്ള ചോദ്യം ഇപ്പോഴും വന്നിട്ടുണ്ട്. ഓക്കെ, PYQ അനലൈസ് ചെയ്ത് IMEI നമ്പറിനെ പറ്റിയും IMSI നമ്പറിനെ പറ്റി പഠിച്ചിട്ട് പോയ ഒരു ഉദ്യോഗാർത്ഥിക്ക് ഉറപ്പായിട്ടും ഇത് കിട്ടും. ഇതിൻ്റെ ആൻസർ വന്നിട്ട് 15 അക്ക IMEI നമ്പർ എന്നുള്ളതാണ്. ഇതാണ് സിലബസിനകത്ത് അതുള്ള ഭാഗം. കറക്റ്റ് ആ നമ്പേഴ്സിനെ പറ്റിയൊക്കെ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇനി RTA പറ്റി 2-3 ക്വസ്റ്റ്യൻസും കൂടെ നമുക്ക് നോക്കാം. 59ാമത്തെ ക്വസ്റ്റ്യനാണ്. സംസ്ഥാനങ്ങൾ ഒഴികെയുള്ള വ്യക്തികളുടെ ഇൻഫർമേഷനെ പറ്റിയുള്ളതാണ്. അതൊരു കോമൺ സെൻസ് ആൻസറാണ്. ആൻസർ A ആണ്. സംസ്ഥാനം ഒഴികെയുള്ള പ്രൈവറ്റ് ആയിട്ടുള്ള വ്യക്തികളുടെ ഇൻഫർമേഷൻ വളരെ കെയർഫുള്ളായിട്ട് മാത്രമേ, അല്ലെങ്കിൽ ഒരുപാട് പ്രൊസീജിയേഴ്സ് കഴിഞ്ഞിട്ട് മാത്രമേ ഇൻഫർമേഷൻ കമ്മീഷൻ മറ്റൊരു വ്യക്തിക്ക് കൊടുക്കുകയുള്ളൂ. സംസ്ഥാനത്തിൻ്റെ ആണെങ്കിൽ ഈസി ആയിട്ട് കൊടുക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് സിലബസിന് അല്ലെങ്കിൽ PYQനെ പറ്റി പറയാനുള്ളത്. ഇതിനകത്ത് ഞാൻ പൊളിറ്റിയും സൈക്കോളജി ഉൾപ്പെടുത്തിയിട്ടില്ല. പൊളിറ്റി ഓൾറെഡി നിങ്ങൾക്ക് പ്രിലിംസിന് പഠിച്ചതുകൊണ്ട് അറിയാം എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നതെന്ന്. സെയിം അതുപോലെ തന്നെയാണ്. പിന്നെ സൈക്കോളജി കുറച്ചും കൂടെ വാസ്റ്റാണ്.
നമുക്കത് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. അതിൽ ഒരു ഷോർട്ടായിട്ടൊരു ചോദിക്കാൻ ചാൻസുള്ള ഒരു 5-6 ടോപ്പിക്കിനെ പറ്റി നമുക്ക് ചർച്ച ചെയ്യാം. അല്ലാതെ അതെല്ലാം നോക്കിയിട്ട് കാര്യമില്ല. വളരെ ടഫായിട്ടുള്ളൊരു പോർഷനാണ്. പിന്നെ പൊളിറ്റിയുടെ ക്ലാസ് ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. നമുക്ക് ആ സ്പെഷ്യൽ ടോപ്പിക്കിനകത്ത് അതും കൂടെ നോക്കി പോവാം. പൊളിറ്റി എങ്ങനെ ഡിസ്കസ് ചെയ്യണം, എങ്ങനെ നോക്കണം എന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും സിലബസും PYQും തമ്മിലുള്ള റിലേഷൻ. എക്സാക്ട്ലി സിലബസിലുള്ള കാര്യങ്ങൾ തന്നെയാണ് എക്സാമിനർ ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു റിലേഷൻ മനസ്സിലാക്കാതെ പോയി കഴിഞ്ഞാൽ നമ്മുടെ പ്രിപ്പറേഷൻ കംപ്ലീറ്റ് ആവില്ല. ഓൾറെഡി നിങ്ങൾ പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടുണ്ടാവും, ഏകദേശം പകുതി വഴിയിൽ എത്തിക്കാണും. പക്ഷേ ഫൈനൽ റിവിഷൻ്റെ സമയത്ത് എന്തായാലും നിങ്ങൾ ഈ PYQസിൽ നിന്ന് തന്നെ പഠിച്ചിട്ട് പോവുക. അതാണ് ഏറ്റവും വലിയ ഷോർട്ട് കട്ട്. എക്സാമിന് എന്തെങ്കിലും ഷോർട്ട് കട്ട് ഉണ്ടെങ്കിൽ അത് PYQസിലൂടെ മാത്രമാണ്. എപ്പോഴും ഹാർഡ് വർക്ക് മാത്രമല്ല, പലപ്പോഴും സ്മാർട്ട് വർക്കാണ് വിജയിക്കാറ്. ആ സ്മാർട്ട് വർക്ക് സ്ട്രാറ്റജിയാണ് ഞാനിപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. ഈ സ്ട്രാറ്റജി നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റായിട്ട് നിങ്ങൾക്ക് ഒരു 65 മാർക്കിന് അടുത്ത് കിട്ടും. 60-65 മാർക്കിനടുത്ത് നിങ്ങൾക്ക് ഡെഫിനറ്റായിട്ട് കിട്ടും. ഓക്കെ, സോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എത്തിക്കുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.